ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനമായിട്ടും ഒരു 5 ചാപ്റ്ററുകളാണ്. 5 ചാപ്റ്ററായിട്ടാണ് ആദ്യത്തെ പാർട്ട് വന്നിരിക്കുന്നത്. അതിലൊന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ആഹാരത്തിലൂടെ ആരോഗ്യം, രണ്ടാമത്തേത് കാന്തിക ലോകത്തെ അത്ഭുതം, അതുപോലെ മൂന്നാമത്തേത് നിവർന്നു നിൽക്കാം, നാലാമത്തേത് പൂക്കാം കായ്ക്കാം, 5 പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഇങ്ങനെ 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇവിടെ ബേസിക് സയൻസിൽ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ചാപ്റ്റർ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ആഹാരത്തിലൂടെ ആരോഗ്യം എന്നത് 7 മുതൽ 24 വരെ പേജ് ഉണ്ട്. അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള ചാപ്റ്ററാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പാർട്ടായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം, ഈ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ആദ്യം തന്നെ ഡോക്ടറും രോഗികളും, അതായത് ഡോക്ടറെ കാണാൻ വന്ന 2 രോഗികളുടെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല. വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം എന്ന് ഡോക്ടർ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പോഷക ആഹാരത്തിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടാകുമല്ലോ. എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ ഊഹം എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. പാകം ചെയ്തതും അല്ലാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ SCERT പാഠപുസ്തകത്തിലുള്ളത് അത് വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കിപ്പോൾ ജോലിക്കിടയിൽ തിരക്കിനിടയിൽ ഒന്നും ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ എടുത്ത് വെച്ച് നമ്മൾ ഇതുപോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു ഫീൽ നമുക്കിതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മളൊരു 2-3 പ്രാവശ്യം ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇതിലെ എല്ലാ പോയിന്റുകളും നമ്മൾ കേട്ട് മറക്കുന്ന, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന വിധമുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ മാത്രം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മതി. അല്ലാത്തവർക്ക് 2x-ലോ 1.5-ലോ എന്തിൽ വേണമെങ്കിലും ഇട്ട് കാണോ കേൾക്കോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഇനി ഇവിടെ നമ്മൾ തന്നല്ലോ പോഷകാഹാരങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്താണ്? ധാന്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തേത് സ്വാഭാവികമായിട്ടും എന്താണ്? പഴവർഗ്ഗങ്ങളാണ്. മൂന്നാമത്തേത് ചിത്രത്തിൽ തന്നിരിക്കുന്നത് പച്ചക്കറികൾ. നാലാമത്തേത് പയർ വർഗ്ഗങ്ങൾ തന്നിട്ടുണ്ട്. അഞ്ചാമത്തേത് ഇലക്കറികൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട പോഷകാഹാരങ്ങളെന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? അപ്പം നമ്മൾ ഇതിൽ പൊതുവെ പലർക്കും ഇതിൽ ഇഷ്ടമുള്ളത് കാണും, ഇഷ്ടമില്ലാത്തത് കാണും. അങ്ങനെ പല തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ ഉണ്ട്. ഇത് കുട്ടികൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇഷ്ടമില്ലാത്തവയുണ്ടോ? എന്തുകൊണ്ട്? ചർച്ച ചെയ്യൂ. നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം പട്ടികപ്പെടുത്താനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഉച്ചഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, രാത്രി ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം.
ഇനി ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നാം കഴിക്കേണ്ടത്? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചാൽ പോരാ. പക്ഷേ എന്താണ്, താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഇവിടെ 2-3 കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടം അപ്പവും കടലക്കറിയാണെന്ന് പറയുന്നു. എനിക്കിഷ്ടം പുട്ടും പഴവുമാണെന്ന് മറ്റൊരു കുട്ടി പറയുന്നു. ഞാൻ ദിവസവും ന്യൂഡിൽസ് കഴിക്കാറുണ്ട്. അമ്മ എനിക്ക് എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കി തരും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓരോ കുട്ടികളുടെയും ടേസ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണല്ലേ, ഓരോ രീതിയിലാണ്. ഇനി 3 പേരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? അപ്പോൾ ഈ ഓരോ കുട്ടികളുടെയും വളർച്ചയ്ക്ക് ഇവർക്ക് ഇഷ്ടമുള്ള പദാർത്ഥം മാത്രം മതിയാകുമോ? ഇല്ല. നിങ്ങളുടെ അഭിപ്രായം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇനി ആഹാരം എന്തിന്? അപ്പോൾ എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്? നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? കുട്ടികളുടെ മാസികയിൽ വന്നൊരു കുറിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. അപ്പം നമ്മുടെ ശരീരങ്ങൾ കറക്റ്റ് രീതിയിൽ നല്ല രീതിയിൽ നമ്മളെ ശരീര പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഊർജം വേണം. ആ ഊർജം എവിടെ നിന്നേ ലഭിക്കുകയുള്ളൂ? ആഹാരത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. അപ്പോൾ പോഷകങ്ങൾ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും അതുപോലെ രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. അപ്പോൾ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്ന് മാത്രമാണ്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മാത്രമാണ് പോഷകങ്ങൾ ലഭിക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ആ പറഞ്ഞ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? കാർബോഹൈഡ്രേറ്റുകളുണ്ട്, പ്രോട്ടീനുകൾ, കൊഴുപ്പ്, വിറ്റാമിന്, അതുപോലെ ധാതുക്കൾ. ഇവയൊക്കെ നമ്മുടെ ഈ ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളാണ്. ജലം ഒരു പോഷക ഘടകം അല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ജലം എന്ന് പറയുന്നത് എന്തല്ല? ജലം ഒരു പോഷക ഘടകം അല്ല. പക്ഷെ എന്താണ്? ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് ജലം. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫൈബേഴ്സ്, നാരുകളും അതുപോലെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പറയുമല്ലോ, നാര് ചേരുന്ന ആഹാരം നന്നായിട്ട് കഴിക്കണം. അത് നമുക്ക് മലബന്ധം തടസ്സമില്ലാതെ പോകുന്നതിന്, മലബന്ധത്തിൽ നിന്ന് നമുക്ക് സഹായകമാണ് എന്തെന്ന് പറയുന്നത് നാര് ചേരുന്ന വസ്തുക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അപ്പം നമ്മൾ എല്ലാ ആഹാരം കഴിച്ചാൽ അതിൽ നിന്ന് എല്ലാത്തിലും എന്തുണ്ടാവത്തില്ല? എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? വിവിധ തരം ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നത്. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അപ്പം നമ്മൾ പറയുന്നല്ലോ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ്, അതുപോലെ കഴിക്കുന്ന സമയം എപ്പോഴാണ്. നമ്മൾ പല സമയങ്ങളിൽ എപ്പോഴും നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ നമ്മൾ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആഹാരത്തിൻ്റെ വൈവിധ്യം, ഗുണമേന്മ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്? പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നതാണ്. ഇനി ഇവിടെ തന്ന കുറിപ്പ് നമ്മൾ വായിച്ചു. ഇനി താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, വിറ്റാമിന്, ധാതുക്കൾ, കൊഴുപ്പുകൾ, ഇവയൊക്കെ പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന്
ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് അറിയാം. എന്തൊക്കെയാണ് വിവിധ തരം ഭക്ഷ്യവസ്തുക്കളിൽ എന്തുണ്ട്? പോഷകങ്ങൾ, അതിനുള്ള പ്രോട്ടീനുകൾ, ധാതുക്കൾ, കൊഴുപ്പുകളൊക്കെ ഇതിലെല്ലാത്തിനും അടങ്ങിയിട്ടുണ്ട്. ഇനി നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? അല്ലേ, പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് നമുക്ക് ഊർജം നൽകുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഈ പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്. കണ്ടെത്തിയ വിവരങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ ഇത് കുട്ടികളോട് പറഞ്ഞിട്ടുമുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമുക്ക് ഊർജം ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? അപ്പോൾ ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടിയല്ല? നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ രുചി ആസ്വദിക്കാനും ഇതിനൊന്നും വേണ്ടി മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. മറിച്ച് എന്തൊക്കെയാണ്? ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് ചിത്രത്തിൽ നിരീക്ഷിക്കുക. അപ്പോൾ ഇവിടെ ഓരോ കുട്ടികളും ഓരോരോ രീതി കളികളിൽ ഏർപ്പെടുന്ന കുട്ടികളുണ്ട്, പഠിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിൽ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ നമ്മൾ കണ്ടത്? അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടു, ബലൂൺ പറത്തുന്ന കുട്ടികളെ കണ്ടു, ബലൂൺ വെച്ച് കളിക്കുന്നവരെ കണ്ടു, പിന്നെ അല്ലാതെ കളിക്കുന്ന കുട്ടികളെ, വായിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ആവശ്യമില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തിരുന്നാലും നമുക്കതിനെല്ലാം ആ ഒരു പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും എന്ത് വേണം? ഊർജം ആവശ്യമുണ്ട്. നമ്മൾ ആഹാരം കഴിക്കാതെ വെറുതെ പട്ടിണി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആഹാരം ഒന്നുമില്ല, നമ്മൾ പട്ടിണി കിടക്കുകയാണ്, അങ്ങനെയുള്ള നമുക്ക് എണീച്ചിരുന്ന് കളിക്കാൻ പറ്റുമോ? വായിക്കാൻ തോന്നുമോ? ഇതൊന്നുമില്ല. ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണ് ഊർജം ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും ഓരോ ജോലിക്കും വിവിധ അളവിലാണ് ഊർജം ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ട ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പോൾ നമുക്ക് വേണ്ട ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒന്നാമത് നമുക്ക് കിട്ടുന്ന ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അപ്പം നമ്മുടെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം. ഈ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അന്നജം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെ രൂപത്തിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്കിതൊക്കെ പറയാം. അന്നജം, അതുപോലെ പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ, ഈ രൂപത്തിലൊക്കെ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇനി ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അപ്പോൾ ഈ ധാന്യം, അതുപോലെ കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇതിലൊക്കെ എന്താണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്? അന്നജമാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഊർജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണ്? അപ്പം നമുക്ക് ഊർജം ആവശ്യമാണ് എങ്കിൽ നമ്മൾ എന്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം നമ്മുടെ ആഹാരത്തിൽ? ധാന്യങ്ങളും, അതുപോലെ അന്നജം, പിന്നെ കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമ്മൾ പഞ്ചസാര, ഗ്ലൂക്കോസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ഊർജം ലഭിക്കും. ഞാൻ എന്നും പാൽ കുടിക്കാറുണ്ട്, പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ? അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് സംശയമുണ്ട്. ഞാനെന്നും പാൽ കുടിക്കാറുണ്ട്, പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം ഉണ്ടോ? നിങ്ങളുടെ ഊഹം എന്താണ്? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ അന്നജമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മളൊരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആ ടെസ്റ്റിൻ്റെ പേരാണ് അയഡിൻ ടെസ്റ്റ്. അപ്പോൾ അയഡിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം എന്നിവ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രവർത്തനം വേറൊന്നുമില്ല. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കൂ. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള ദ്രാവകത്തിൻ്റെ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കൂ.
നിങ്ങൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കൂ. ആ കണ്ടെത്തൽ പട്ടികയിൽ രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അയഡിൻ ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അയഡിൻ ടെസ്റ്റാണ് ആ ഒരു പദാർത്ഥത്തിൽ അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? ഉരുളക്കിഴങ്ങിന് അയഡിൻ ലായനി ചേർത്തപ്പോഴുള്ള നിറമാറ്റം പറഞ്ഞിട്ടുണ്ട്. വെള്ളരി, മൈദ, മുട്ടയുടെ വെള്ള, അങ്ങനെ കുറേ വസ്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറമുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇതാണ് നമുക്ക് വേണ്ടത്. അന്നജം അയഡിനുമായി ചേരുമ്പോഴുള്ള നിറം എന്താണ്? ഇരുണ്ട നീല നിറമാണ്. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറമുണ്ടാകുന്നു. അന്നജത്തിൻ്റെ അളവനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ വളരെ കുറച്ചാണെങ്കിൽ കുറച്ച് നീല നിറമായിരിക്കും. അതുപോലെ അന്നജത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അന്നജം അയഡിനുമായി ചേരുമ്പോഴുണ്ടാകുന്ന നിറം ഏത് എന്ന് ചോദിച്ചാൽ എന്ത് നിറമാണ്? ഇരുണ്ട നീല നിറമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ പരിശോധിച്ച ഭക്ഷ്യവസ്തുക്കളിൽ ഏതിലെല്ലാമാണ് അന്നജം കൂടുതലായി ഉള്ളതെന്ന് അയഡിൻ ലായനി ചേർത്തപ്പോഴുണ്ടായ നിറത്തിൻ്റെ കാഠിന്യം നിരീക്ഷിച്ച് കണ്ടെത്താൻ കുട്ടികൾക്ക് വർക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നേരത്തെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പട്ടിക വിശകലനം ചെയ്ത് അന്നജമുള്ള ആഹാര വസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ ഇവിടെ ചെറുധാന്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സുകൾ? പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ. അപ്പം മില്ലറ്റുകൾ അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. അരി, അതുപോലെ ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ അരിയും ഗോതമ്പ് ഇതിനെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടീനും വിറ്റാമിനും ധാതു ലവണങ്ങളും ഒക്കെ അടങ്ങിയ ആഹാരമാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന് പറയുന്നത്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഏത്? ഈ ഒരു നാര് ചേർന്ന അല്ലെങ്കിൽ ഈ ഒരു ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ചെറുധാന്യങ്ങൾ മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ മില്ലറ്റുകളൊക്കെ കൊടുത്തിരുന്ന അല്ലെങ്കിൽ ചെറുധാന്യങ്ങളൊക്കെ ആദ്യമൊക്കെ ഈ കിളികൾക്ക്, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ പക്ഷികൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊക്കെ ആയിരുന്നു ഇത് കൊടുത്തിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങൾ മില്ലറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റാഗി, ബജിറ, തിന, ചോളം, ചാമക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ചാമ വളരെയേറെ പ്രോട്ടീൻ സമ്പന്നമായ ഒരു ആഹാരമാണ് ഈ ചാമ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചെറുധാന്യത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ചെറുധാന്യങ്ങൾ ചോദിച്ചാൽ റാഗി, ബജിറ, തിന, ചോളം, ചാമ ഇവയൊക്കെ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയത് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് മാത്രം ഉണ്ടായാൽ നമുക്ക് വളരാൻ പറ്റുമോ? ഇല്ല. മറ്റെന്തെല്ലാം പോഷക ഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത് നമ്മൾ പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ. അപ്പോൾ ഇവിടെ ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ് മകനെയും കൂട്ടി. അപ്പോൾ മകൻ എന്താണ്? ഒന്നും ചെയ്യാൻ ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണ്. കുട്ടിക്ക് വളർച്ച കുറവുണ്ട്. മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകണം. അപ്പോൾ എന്താ പറഞ്ഞത്? ധാരാളമായിട്ട് എന്തൊക്കെ നൽകണം? മുട്ടയും ചെറുപയറും നിലക്കടല, മത്സ്യം, പാല്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇതിലൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുട്ടയും ചെറുപയറും നിലക്കടലയും മത്സ്യവും പാലുമൊക്കെ ധാരാളം നൽകണമെന്ന്
പറയുന്നത്. കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടേതാ കോഷിയോർക്കർ ബാധിച്ച ഒരു കുട്ടിയുടെ ചിത്രം ഇവിടെ തന്നിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഇതാണ് കോഷിയോർക്കർ. നല്ല വയറൊക്കെ എന്താണ് ഉന്തി എല്ല് മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം. അതാണ് കോഷിയോർക്കർ ബാധിച്ചൊരു കുട്ടി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീര നിർമ്മിതിക്ക്, നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതി എങ്ങനെയാണ്, അതുപോലെ ശരീരം നിർമ്മിതി അതുപോലെ വളർച്ച, ഇവയ്ക്ക് രണ്ടിനും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പം നമ്മുടെ പേശികൾ, അതുപോലെ തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോട്ടീനുകൾ എന്ത് ചെയ്യുന്നു? ഊർജം പ്രദാനം ചെയ്യുന്നവയാണ് പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. പ്രോട്ടീൻ്റെ കുറവ് മൂലം കോഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പ്രോട്ടീൻ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ എന്തിൻ്റെ തകരാറ് മൂലം ഉണ്ടാകുന്നതാണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് കോഷിയോർക്കറും മരാസ്മസും. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഇനി പ്രോട്ടീൻ്റെ ധർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പറഞ്ഞു. കോഷിയോർക്കർ ഉണ്ടാകുന്നു, മരാസ്മസ്, ഇവയൊക്കെ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ചെറുപയറുണ്ട്, പനീറുണ്ട്, അതുപോലെ ക്യാഷ്നട്ട് അഥവാ കശുവണ്ടി, നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെന്താണ്? നിലക്കടല അഥവാ കപ്പലണ്ടി എന്ന് പറയും. പിന്നെ മാംസം തന്നിട്ടുണ്ട്, മത്സ്യം, മുട്ട, അതുപോലെ പാല്. ഇതൊക്കെ എന്താണ്? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ്. ഇതെത്രയുമാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത്. ഇവയിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്? അപ്പോൾ ഇവയിൽ എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്ത് നിങ്ങളുടെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ ഉണ്ടാവുമല്ലോ, അവരിൽ പ്രോട്ടീൻ്റെ കുറവുണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം? പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ ഘടകമാണ് കൊഴുപ്പ്. നമ്മൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് എന്താണ്? കൊഴുപ്പാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഘടകങ്ങളാണ് എന്ത്? കൊഴുപ്പെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഇതൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞതുപോലെ എന്തും വേണം? കൊഴുപ്പും നമുക്ക് വേണം. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. അപ്പം നമ്മൾ ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു, ഒരേ അളവിൽ പ്രോട്ടീൻ എടുക്കുന്നു, ഒരേ അളവിൽ കൊഴുപ്പും എടുക്കുന്നു. അപ്പോൾ ഇത് മൂന്നും എടുത്താൽ ഏറ്റവും കൂടുതൽ അളവ് കൊഴുപ്പ് കൂടുതൽ എന്തിനായിരിക്കും? അത് നമുക്ക് കിട്ടുന്ന ഊർജം ഏറ്റവും കൂടുതൽ ഏതിൽ നിന്നായിരിക്കും? കൊഴുപ്പിൽ നിന്നായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത് കൊഴുപ്പ് ഒരേ അളവിലെടുത്താൽ കൊഴുപ്പിൽ നിന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് വേണം കൊഴുപ്പ് ഉപയോഗിക്കേണ്ടത്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാൻ ഒരു പ്രവർത്തനം ചെയ്തു നോക്കൂ. അപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. എന്താ പ്രവർത്തനം? ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കൂ. അപ്പം നമ്മൾ പരീക്ഷണം ശ്രദ്ധിക്കാം. ഒരു വെള്ള പേപ്പർ എടുത്ത് ഒരു തുള്ളി എണ്ണ ഒഴിക്കൂ, പേപ്പർ നിരീക്ഷിക്കൂ. ഇതുപോലെ ഒരു പേപ്പറിൽ നെയ്യും ഒഴിച്ചു നോക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വെള്ള പേപ്പറിൽ എണ്ണ ഒഴിച്ചതുപോലെ മറ്റൊരു പേപ്പർ എടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിക്കുക. എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം നിരീക്ഷിച്ച് കൊഴുപ്പിൻ്റെ സാന്നിധ്യം തിരിച്ചറിയൂ. അപ്പം നമുക്കറിയാം എണ്ണയും നെയ്യും ഒരു പേപ്പറിൽ ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ളത് ഏതിനായിരിക്കും? നെയ്ക്കായിരിക്കും. അപ്പോൾ താഴെ പറയുന്ന ആഹാരവസ്തുക്കൾ പേപ്പറിൽ ഉരച്ച് ഇതേ പരീക്ഷണം ചെയ്ത് നിരീക്ഷണം പട്ടികപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ആഹാരവസ്തുക്കൾ നമ്മൾ എടുക്കുമ്പം നമുക്ക് എന്താണ്?
ചിപ്സ് നമുക്കറിയാം, ചിപ്സ് എണ്ണയിലാണ് വറക്കുന്നത്. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും? കൊഴുപ്പുണ്ടായിരിക്കും അല്ലേ? കൊഴുപ്പ് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ പച്ചവാഴയ്ക്ക് എന്തുണ്ടാവത്തില്ല? കൊഴുപ്പുണ്ടാവത്തില്ല. ഇനി ചതച്ച എള്ളിൽ എന്തുണ്ട്? എള്ളിൽ എണ്ണയുടെ ആ ഒരു അംശമുണ്ടായിരിക്കും. നമ്മൾ എള്ളെണ്ണ ഉപയോഗിക്കുന്നവർക്കറിയാം ചതച്ച എള്ള്. ഇനി അതുപോലെ ഉണങ്ങിയ തേങ്ങയിലും എന്തുണ്ട്? ധാരാളമായിട്ടുണ്ട് തേങ്ങ, അതിൽ കൊഴുപ്പ് ധാരാളമായിട്ടുണ്ട്. ഇനി ചതച്ച നിലക്കടല. അപ്പം നമ്മൾ നിലക്കടല അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി എടുത്തിട്ട് ഒന്ന് ചതച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? എണ്ണയുടെ ഒരു ഇത് കാണും. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരെഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ എണ്ണ, നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാൽ, വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സസ്യങ്ങളിൽ നിന്നും കൊഴുപ്പ് ലഭിക്കുന്നു. അതുപോലെ ജന്തുക്കളിൽ നിന്നും എന്ത് ലഭിക്കാറുണ്ട്? കൊഴുപ്പ് ലഭിക്കാറുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏതൊക്കെയാണെന്ന് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇവിടെ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ തന്നിട്ടുണ്ട്. അതുപോലെ നെയ്യ് തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഗുളികയാണ് കേട്ടോ, മീൻ ഗുളിക എന്ന് പറയുമല്ലോ, ആ ഒരു സാധനമാണത്. പിന്നെ ബ്രെഡ്, പിന്നെന്താണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ, നമ്മൾ സൂര്യകാന്തി എണ്ണ എന്ന് പറയുന്ന സൺഫ്ലവർ ഓയിൽ. ഇത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവയെ സസ്യജന്യ കൊഴുപ്പുകൾ, ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ തരം തിരിച്ചെഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നെയ്യാണെന്ന് തോന്നുന്നു. ഇതെനിക്ക് കറക്റ്റ് എന്താണെന്ന് കണ്ടിട്ട് ബ്രെഡ് പോലെ ഇരിക്കുന്നു. പക്ഷെ ഇതിൽ എന്തോ ഒരു എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. ബ്രെഡ് പോലെ ഇരിക്കുന്നു. അത് ബ്രെഡല്ല, പക്ഷെ ഇത് മറ്റേ ജന്തുക്കളുടെ ആ ഒരു കൊഴുപ്പാണെന്നാണ്, ആ ഒരു നെയ്യാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമെന്നുള്ളവർ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അതേതാണെന്ന്. അപ്പോൾ ഇവയെ നമ്മൾ സസ്യജന്യ കൊഴുപ്പുകൾ അതുപോലെ ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഏതൊക്കെയാണ് സസ്യജന്യ കൊഴുപ്പുകൾ? അപ്പോൾ ഇതിൽ സസ്യജന്യ കൊഴുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഏതൊക്കെയാണ് സസ്യജന്യ കൊഴുപ്പുകൾ വരുമ്പോൾ നമുക്ക് തേങ്ങ സസ്യജന്യ കൊഴുപ്പിൽ വരുന്നതാണ്. അതുപോലെ ഈ ഒരു സൺഫ്ലവർ ഓയിൽ, ഇതും സസ്യജന്യ കൊഴുപ്പിൽ വരുന്നതാണ്. ഇനി ജന്തുജന്യ കൊഴുപ്പുകൾ വരുന്നതാണ് ഏതൊക്കെയാ? ഇത് രണ്ടും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മത്സ്യ എണ്ണ എന്ന് പറയുന്നത്, മീൻ ഗുളിക, ഇതിൽ മത്സ്യ എണ്ണ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മത്സ്യ എണ്ണ, അതുപോലെ ഈ ഒരു നെയ്യ്, ഈ നെയ്യ്, ഇത് രണ്ടും എന്താണ്? ഈ നെയ്യ് നമ്മൾ മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്ന, പാലിൽ നിന്ന് എടുക്കുന്ന നെയ്യാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ജന്തുജന്യ കൊഴുപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടെത്തിയത്. ഇനി നോക്കാം. പച്ചക്കറി, അരി, ഗോതമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറി അല്ലെങ്കിൽ അരി, പിന്നെന്താണ് ഗോതമ്പ്, ഇതിലെല്ലാത്തിലും എന്താണ്? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കളിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കൊളസ്ട്രോൾ ആണ് കേട്ടോ. കൊളസ്ട്രോൾ നമുക്ക് നോക്കാം. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താണ് കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. അപ്പോൾ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് നമ്മൾ പറയുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് മിതമായ അളവിൽ എന്താവശ്യമാണ്? കൊളസ്ട്രോൾ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊളസ്ട്രോളിൻ്റെ ആവശ്യമില്ല. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പം നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ സംഭവിക്കുന്നത് എന്താ? അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, അതുപോലെ പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാവും. അപ്പോൾ കൊളസ്ട്രോൾ കൂടിയാലുള്ള പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഹൃദ്രോഗം, പക്ഷാഘാതം മുതലായവയ്ക്ക് സാഹചര്യം ഉണ്ടാകുന്നത് കൊളസ്ട്രോളിലൂടെയാണ്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് വിറ്റാമിനുകളാണ്. വൈറ്റമിൻസിനെ കുറിച്ചാണ് പറയുന്നത്.
വിറ്റാമിനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഇതിൻ്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കിയാലോ. അപ്പോൾ നമ്മൾ ഇനി എന്താണ് വിറ്റാമിനുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകമാണ് എന്ത്? വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു, എന്താണ് കാരണം എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പം മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം. അപ്പോൾ നമ്മുടെ മോണയിൽ നിന്നോ അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മൾ മരുന്നിനൊപ്പം എന്താണ്? വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്നാണ്. അങ്ങനെ വന്നാൽ കഴിക്കണം. അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടല്ലോ ഡോക്ടർ എന്ന് രോഗി സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ സംശയം നിങ്ങൾക്കുമുണ്ടോ? അപ്പോൾ വിവിധ തരം വിറ്റാമിനുകൾ ഏതെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ നൽകിയിട്ടുള്ള പട്ടികയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വിവിധ തരം വിറ്റാമിനുകളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ PSC ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ഒരു ഇതാണ്. എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നതാണ് വിറ്റാമിൻ എയും അതിൻ്റെ വിറ്റാമിൻ എ എല്ലാ വിറ്റാമിനും അതിൻ്റെ പ്രാധാന്യവും. അപ്പം നോക്കാം നമുക്ക്. വിറ്റാമിൻ എ എന്തൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, തലമുടി. അപ്പം നമ്മുടെ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ എ എന്തിനൊക്കെ ആവശ്യമാണ്? നമ്മുടെ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് വിറ്റാമിൻ എ. ഇനി വിറ്റാമിൻ ബിയോ? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായതാണ് വിറ്റാമിൻ ബി. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് എന്താവശ്യമാണ്? വിറ്റാമിൻ ബി ആവശ്യമാണ്. അടുത്ത് വിറ്റാമിൻ സി. പല്ല്, മൂണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കും അത്യാവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനൊക്കെയാണ്? പല്ല്, മൂണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും എന്താവശ്യമാണ്? വൈറ്റമിൻ സി ആവശ്യമാണ്. ഇനി വൈറ്റമിൻ ഡി എന്തിനൊക്കെയാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ ഡി ആവശ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വിറ്റാമിൻ ഡി ആണ്. ഇനി വിറ്റാമിൻ ഇ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഇ ആവശ്യമാണ്. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. അടുത്ത് നമ്മൾ പറയുന്നത് വിറ്റാമിൻ കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് വിറ്റാമിൻ കെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും മുറിഞ്ഞാൽ നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. ഇനി ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റാമിനുകൾ ഏതെല്ലാം? അപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ത്വക്കിന് ആവശ്യമായ വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ആണ്. നമ്മുടെ ത്വക്കിന് ആവശ്യമായ വിറ്റാമിൻ എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് എന്ത് കഴിക്കണം? വിറ്റാമിൻ ഡി നമ്മൾ കഴിക്കണം. അതുപോലെ പട്ടിക വിശകലനം ചെയ്തല്ലോ. വിറ്റാമിനുകളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ അധിക വായനയ്ക്കായിട്ടൊരു കാര്യം തന്നിട്ടുണ്ട്. വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും. അടുത്ത് നമ്മൾ പറയുന്നത് വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സുമാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അപ്പോൾ നമുക്ക് വിറ്റാമിൻ ഡി ലഭിക്കണമെങ്കിൽ നമ്മൾ വെയിലത്ത് നിന്നാൽ മതി. അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിറ്റാമിൻ ഡി കിട്ടുന്നത്. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ് ഈ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് 8 തരത്തിലുള്ള വിറ്റാമിനുകൾ ഇതിലുണ്ട്.
ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഒന്നാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. അപ്പോൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്തിനൊക്കെ ആവശ്യമാണ്? കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരങ്ങൾ കഴിക്കണം? വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാമെന്ന് പട്ടിക നിരീക്ഷിച്ച് കുട്ടികളോട് ഇത് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിറ്റാമിനുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിറ്റാമിൻ എ ആണെങ്കിൽ ഏതൊക്കെയാണ്? മത്സ്യം, ക്യാരറ്റ്, പാല്, മുട്ട, പച്ചക്കറികൾ, ഇതിലൊക്കെ എന്തുണ്ട്? വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻ ബി ആണെങ്കിലോ മട്ടയരി, ചീര, അതുപോലെ തവിടെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വിറ്റാമിൻ ബി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി ആണെങ്കിലോ നെല്ലിക്ക, നാരങ്ങ, പിന്നെ അങ്ങനെയുള്ള പുളിയുള്ള എല്ലാ സാധനങ്ങളിലും വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓറഞ്ച് പറയാം, ഓറഞ്ച്, അങ്ങനെയുള്ള പാഷൻ ഫ്രൂട്ട്, ഇതിലൊക്കെ ധാരാളമായിട്ട് എന്തുണ്ട്? വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻ ഡി മത്സ്യം, മുട്ട, ഇതിലൊക്കെ എന്തുണ്ട്? പിന്നെ സൂര്യപ്രകാശം, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കൂടുതലായിട്ട് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. വൈറ്റമിൻ ഇ എവിടെ നിന്നാണ്? നിലക്കടല, ബദാം, അതുപോലെ ധാന്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ ഇ ധാരാളമായിട്ട് ലഭിക്കും. മുട്ട, ഇതിലൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻ കെ കാബേജ്, അതുപോലെ കോളിഫ്ലവർ, ഇതിലൊക്കെ ധാരാളമായിട്ടുള്ളത് എന്താണ്? വൈറ്റമിൻ കെ ആണ്. നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഈ പട്ടികയിലെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, അതുപോലെ പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ എന്തുണ്ട്? വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങി വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആഹാരത്തിൽ എന്തൊക്കെയാണ്? മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ, ഇതൊക്കെ ഉൾപ്പെടുത്തണം. വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അപ്പോൾ വിറ്റാമിൻ ബിയും സിയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും സിയും. ഇനി വിറ്റാമിൻ എ, ഡി, ഇ, കെ അടക്കെന്ന് നമ്മൾ പറയും. ഇവ എന്താണ്? കൊഴുപ്പിൽ ലഭിക്കുന്ന വിറ്റാമിനുകളാണ്. കൊഴുപ്പിൽ മാത്രമേ ഇത് ലയിക്കുകയുള്ളൂ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഭക്ഷണത്തിലെ ധാതുക്കൾ കൂടിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ്. അപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ ആഴ്ചയിൽ അയൺ ഗുളികകൾക്ക് പല സ്കൂളുകളിലും നൽകാറുണ്ട്. അപ്പോൾ അയൺ ഒരു ധാതുവാണ്. അപ്പോൾ അയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്? അവ ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായകമാകുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പ്രധാന ധാതുക്കളാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. അപ്പോൾ അയൺ ചേർന്ന ആഹാരം നമ്മൾ കഴിക്കണം. ഏതൊക്കെയാണ്? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ, ഇതിലൊക്കെ എന്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്? അയൺ അല്ലെങ്കിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ ഒരു അയൺ ചേർന്ന ആഹാരം എന്ന് പറയുന്നത്. ഇനി കാൽസ്യം, മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ധാതുവാണ് കാൽസ്യം എന്ന് പറയുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നത് എന്താണ്? ഈ ഒരു കാൽസ്യമാണ്. അയഡിൻ എന്താണ്? കടൽ വിഭവങ്ങളിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഈ അയഡിനാണ്. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? ഇരുമ്പ് അല്ലെങ്കിൽ അയണാണ്. ഇത് ലഭിക്കാൻ നമുക്ക് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം?
കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? അയഡിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നത്. ഇനി മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അധിക വായനയ്ക്ക് തന്നിട്ടുണ്ട്. ഹീമോഗ്ലോബിനെ കുറിച്ചാണ്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയ്ക്കാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് അനീമിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? നമ്മുടെ ചുവന്ന രക്താണുക്കളിലാണ് ഈ ഒരു ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ എന്ത് ചെയ്യുന്നു? കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ആരാണ്? ഹീമോഗ്ലോബിനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയുമാണ് എടുക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്